ഹലോ ഹായ് നമസ്കാരം. ഫോറസ്റ്റ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ അവക്കാഡോ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മളിത് ഒരു മദർ പ്ലാന്റ് തറയിൽ നട്ടിരിക്കുന്നതാണ്. അത് 2.5 വർഷമായ പ്ലാന്റാണ്. അതിൽ നമ്മൾ ഒരു 3 ഇനം ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. അതിൽ 2 ഇനം നമ്മൾ ഓൾറെഡി ഗ്രാഫ്റ്റ് ചെയ്തു, 3ാമത്തെ ഇനമാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഇന്ന് നമ്മൾ വെച്ചിരിക്കുന്ന ഇനങ്ങളെന്ന് പറയുമ്പോൾ അവക്കാഡോ റെഡ്, അതുപോലെ തന്നെ ടി കെ ഡി വണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ഇനമാണ്, അധികം ഹൈറ്റ് വെച്ച് പോകാത്ത ഇനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രോപ്പിക്കൽ അവക്കാഡോ, ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത്. ഇത് ലാസ്റ്റത്തെ ഒരെണ്ണമാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മരത്തിൻ്റെ അതുപോലെ തന്നെ വരുന്ന കനത്തിലുള്ളതാണ് എടുക്കാനുള്ളത് കമ്പ്. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു കട്ടി കൊടുത്തതിന് ശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇറക്കി വെക്കണം. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നോക്കി ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ അവക്കാഡോയുടെ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് സീഡ് പ്ലാന്റാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. ഒത്തിരി വർഷമായ സീഡ് പ്ലാന്റാണ് നിൽക്കുന്നത്. ആരെങ്കിലും മുറിച്ച് മാറ്റാനായിട്ടൊക്കെ നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലും പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിലും നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. ഇത് 100% സക്സസ് ആവുന്ന ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അതിൽ വെച്ചതിന് ശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് നമ്മുടെ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ അതിനെ വലിഞ്ഞ് മുറുകി കെട്ടണം. അതായത് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വലിഞ്ഞ് മുറുകിയാണ് നമ്മൾ അതിനെ കെട്ടേണ്ടത്. പിന്നെ ഇതിനെ അനക്കാനോ ഒന്നും പാടില്ല. അനക്കം സംഭവിക്കാത്ത രീതിയിൽ വേണം നമ്മളത് ചുറ്റി സെറ്റ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മളൊരു കെട്ട് കൂടി കെട്ടി അവിടെ വെക്കണം. അതിനുശേഷം നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം അതിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു ബക്കറ്റിൽ കുറച്ച് ഫംഗസൈഡ് ഇട്ടതിന് ശേഷം ഈ കവർ നമ്മൾ ആ ഫംഗസൈഡിൽ അടുത്ത് ഒന്ന് മുക്കിയെടുത്തിട്ട് കുടഞ്ഞ് വേണം ഇതിൽ നമ്മൾ കെട്ടിക്കൊടുക്കാനായിട്ട്. പ്ലാസ്റ്റിക് കവർ ഡയറക്റ്റ് മൂടിക്കഴിഞ്ഞാൽ ചൂട് കൊണ്ട് അത് അവിഞ്ഞു പോകും, അതായത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് ഒരുപാട് ചെയ്ത് ശീലമുള്ളതുകൊണ്ടാണ് നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിക്കാണ്ട് ഡയറക്റ്റ് പച്ചവെള്ളത്തിൽ തന്നെ കഴുകി നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ പുതിയതായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഫംഗിസൈഡ് ഉപയോഗിക്കുന്നത് എന്തായാലും നല്ലൊരു കാര്യമാണ്. അതിനുശേഷം നമ്മളിതുപോലെ ഒരു കവറിനകത്ത്, ഈ കവർ നമ്മൾ റബ്ബർ ഉപയോഗിച്ചാണ് കെട്ടുന്നത്. പലരും പല രീതിയിൽ കെട്ടുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് റബ്ബർ ഉപയോഗിച്ചിട്ടാണ് കെട്ടുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, 3 ഇനമാണ് നമ്മളിതിനകത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഒരു 14 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കതിൻ്റെ കെട്ടെല്ലാം അഴിച്ച് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. അതിന് മുന്നേ തന്നെ ഇത് പൊടിച്ചു തുടങ്ങും. അപ്പോൾ നമ്മുടെ അവക്കാഡോ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക. ചെറിയ റേറ്റിലാണ് നമ്മൾ അവക്കാഡോ പ്ലാന്റ് കൊടുക്കുന്നത്.